ഡയമണ്ട് അങ്ങനെ ആർക്കും ചുമ്മാ കൊടുക്കാൻ പറ്റത്തൊന്നുമില്ല. ബിഗ് ബോസ് ശ്വേതയോട് പറഞ്ഞിരിക്കുകയാണ് ആ ഒരു ഡയമണ്ട് മത്സരാർത്ഥികൾ എടുക്കുകയല്ലാതെ മറ്റാർക്കും തന്നെ കൊടുക്കാൻ പറ്റത്തില്ല എന്ന്. പവർ ടീമിന്റെ അധികാരം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടുള്ള മൂന്നാമത്തെ റൗണ്ട് ടാസ്ക് എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ട് സാബുവിനെയും ശ്വേതേനെയും കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചിരുന്നു. ആ ടാസ്ക് വായിച്ചു കഴിഞ്ഞ് ശ്വേത ബിഗ് ബോസിനോട് ചോദിക്കുന്നുണ്ട്, ബിഗ് ബോസ് ഈ ഒരു ഡയമണ്ട് അവരാരും തന്നെ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മത്സരാർത്ഥിക്ക് കൊടുക്കാൻ പറ്റുമോ എന്ന്, അതായത് അവിടെ ഏറ്റവും മികച്ചതായി തോന്നിയ ഒരു മത്സരാർത്ഥിക്ക് ഈ ഒരു ഡയമണ്ട് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല. അവരായിട്ട് അത് ഏൺ ചെയ്തെടുക്കുവാണെങ്കിൽ, അവരായിട്ട് അത് കണ്ടുപിടിക്കുവാണെങ്കിൽ മാത്രം അവർക്ക് ആ ഒരു ഡയമണ്ട് എടുക്കാം. അല്ലാത്ത പക്ഷം ഈ ഒരു ഡയമണ്ടിന് യാതൊരുവിധ പ്രയോജനവുമില്ല, ഒരു ഉപയോഗശൂന്യമായ ഒരു വസ്തുവായിരിക്കുമെന്ന് ബിഗ് ബോസ് ശ്വേതയുടെ അടുത്ത് പറയുന്നു. അപ്പോൾ ബിഗ് ബോസ് മത്സരാർത്ഥികൾ അത് മത്സരിച്ചെടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഡയമണ്ട് വെറുതെ വേസ്റ്റ് ആയി പോകുന്നതായിരിക്കും. ആ വീട്ടിൽ എല്ലാവരും തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇനി ശ്വേത പറഞ്ഞ ഒരു ടാസ്ക് ആണ് ജിൻഡോയെ ആ ഒരു ഡയമണ്ട് സംരക്ഷിക്കാൻ ഏർപ്പെടുത്തിയിരുന്നു. അത് വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ജിൻഡോ സംരക്ഷിച്ചുകൊണ്ടിരുന്നത്. ഡയമണ്ട് ആരും എടുക്കാതെ എപ്പോഴും ആ ഒരു റൂമിൽ പോയി കാവലിരിക്കുന്ന ജിൻഡോയെ നമ്മൾ കണ്ടതാണ്. അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആ ഒരു ജിൻഡോയ്ക്ക് ആരും ഡയമണ്ട് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ശ്വേത ചിലപ്പം ആ ഒരു ഡയമണ്ട് ജിൻഡോയ്ക്ക് ഗിഫ്റ്റ് ചെയ്യുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. പക്ഷെ ഇനി അങ്ങനെ ഗിഫ്റ്റ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ബിഗ് ബോസ് ഓൾറെഡി അവരുടെ അടുത്ത് പറഞ്ഞു ആർക്കും വെറുതെ കൊടുക്കാൻ പറ്റത്തില്ല, അവരെടുക്കുകയാണെങ്കിൽ മാത്രമേ ആ ഒരു ഡയമണ്ട് കൊണ്ട് അവർക്ക് പ്രയോജനമുള്ളൂ എന്ന്. ഏതായാലും അത് ആരെങ്കിലും എടുക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് ലൈവ് കണ്ടു തന്നെ അറിയാം. കൂടുതൽ അപ്ഡേറ്റ് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.